മാത്യുവിനെ ശരിക്കും തണ്ണീർമത്തനിൽ ചേട്ടൻ ഉപദേശിക്കുന്നത് ആണും പെണ്ണും എന്ന് പറയുന്നത് ഇരുമ്പും കാന്തവും ഒക്കെ പോലെയാണ്. കാന്തങ്ങൾ ആകർഷിച്ചുകൊണ്ടിരിക്കും, പക്ഷെ നമ്മൾ വികർഷിക്കാനാണ് പഠിക്കുന്നത് പറയുമ്പോൾ മാത്യു പറയും വികർഷിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല ചേട്ടാ, അവൾക്ക് ഭയങ്കര ഗ്ലാമറാണ്, ഒടുക്കത്തെ ഭംഗിയാണെന്ന് പറയുന്ന സമയത്താണ് ശ്യാമവർണ്ണ രൂപിണി കടോര ഭാഷിണി പ്രേമലേഖനം നിനക്ക് ഞാൻ തരുന്നു ശാരദ എന്ന് പാടുന്നത്. ഒരു പഴയ വരിയെ അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ മ്യൂസിക് ചെയ്ത് ചെയ്യുമ്പോൾ ഒരു ഹാസ്യരൂപേണ അത് അവതരിപ്പിക്കാൻ പറ്റിയെന്ന് പറയുന്നത്. ഇതിൻ്റെ മാജിക് ഉണ്ട്. ഈ മാജിക്കിലേക്ക് നമ്മൾ എത്തുക എന്ന് പറയുന്നത് ചെറിയ പരിപാടിയല്ല. ഈ പ്രോസസ്സ് തലയ്ക്കകത്ത് നടക്കുമ്പോൾ ഈ പറയുന്ന പോലെ സുഹൈൽ ആധുനിക കാലഘട്ടത്തിൽ ഈ പല വാക്കുകളും സർക്കാസമായിട്ട് ഉപയോഗിക്കുമ്പോഴും രസമാണ്. ഇത് പല രീതിയിൽ വായിക്കാം, ഇത് അതിൻ്റെ സ്ട്രെയിറ്റ് അർത്ഥം എടുക്കാം, പക്ഷേ ആ സിനിമയിൽ ശരിക്കും അതൊരു തമാശ പാട്ടായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ അർത്ഥവും എടുക്കാം. ഈ രണ്ട് രീതിയിൽ തന്നെ ഇത് വരുമോ എന്നുള്ളത്, ഇതെല്ലാം കൂടെ ചെയ്യുന്ന കോംബോ എങ്ങനെ സാധിക്കുന്നു എന്നാണ് ചോദ്യം. അതാണ് ഇതൊന്നും ഇപ്പൊ പറഞ്ഞ പോലെ രഞ്ജീഷ് ഭായി പറഞ്ഞ പോലെ ഇതിന് ക്രാക്കയിലാണ് പാട്. ഇത് ഒരു വളിപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിപ്പോവാൻ ഭയങ്കര എളുപ്പമാണ്. ബോറടി അല്ലെങ്കിൽ ഇവരെന്താണെന്നുള്ളൊരു സ്ഥലത്ത് എത്തുക. അതേ സമയം തന്നെ ഇത് ഓവർ ഡൂ ചെയ്യാനും എളുപ്പമാണ്. ഇതിന്റെ ഇടക്കത്തുള്ള ഒരു ഫൈൻ ലൈനാണ് അത്. ഈ ഹാസ്യം പോലെ തന്നെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഹാസ്യത്തിന്റെയും ടെക്നീക്ക് അതാണല്ലോ. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മലയാളിക്ക് ഉള്ള, അതായത് ഇപ്പോഴത്തെ യങ് ജനറേഷനും കൂടെ ഉള്ള നമ്മളുടെ പ്രണയമാകട്ടെ വിരഹമാവട്ടെ എന്താണെങ്കിലും ആ വികാരങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനൊരു പാടുണ്ട്. അതെനിക്കില്ല എന്ന് പറയുന്നതിലാണ് കൂടുതൽ ഒരു തൻ്റെ ഇടം തോന്നിക്കുന്ന രീതിയിൽ. അപ്പോൾ ഈ പ്രണയം പറയുമ്പോൾ അല്ലെങ്കിൽ ക്രിഞ്ചി, പെട്ടെന്ന് ക്രിഞ്ചാന്ന് പറയും ഒറ്റടിക്ക്. വിരഹം പറയുമ്പോഴും അത് തന്നെ, ഇവനെന്ത് ഇത്ര കരയാൻ, എന്ത് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടക്ക് ഒരു ലൈൻ ഇപ്പോൾ ഷാംപുഷ്കറിനൊക്കെ ചെയ്യുന്ന പോലെ അതൊന്ന് കരഞ്ഞാൽ തീരാവുന്നതേ ഉള്ളടി എന്ന് പറഞ്ഞ് അമ്മ ആശ്വസിപ്പിക്കുന്നു മകൾ ആ പ്രണയത്തിൻ്റെ സ്ഥാനത്തെ. അതിന് ഒരു ഡെപ്ത് ഉണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെയും ഈ മിഡിൽ ക്ലാസിൻ്റെ ഒരു പ്രാഗ്മാറ്റിസവും കൂടെ ഉണ്ട്. മിഡിൽ ക്ലാസ്സിന് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ. നമ്മൾക്ക് ഒരു പ്രായത്തുമ്പം ഗൾഫിൽ പോയിക്കോ, ബാംഗ്ലൂർ പോയിക്കോ, അല്ലെ ബോംബെ പോയിക്കോ, ജോലി ചെയ്തോ. അപ്പോൾ ഇവിടുത്തെ പ്രണയം അല്ലെ എന്താണെന്ന് വെച്ചാൽ അത് പറിച്ച് നടേണ്ടി വരുന്ന ഒരവസ്ഥയിൽ മിഡിൽ ക്ലാസ്സിന് കുറേ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു. അപ്പം നമ്മുടെ എഴുത്തിലും ഞാൻ അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് കാരണം ആയതുകൊണ്ട് അങ്ങനത്തെ നമ്മുടെ എഴുത്തിലും പ്രണയം പറയുമ്പോൾ തന്നെയും അതിനകത്ത് നമ്മളും സ്വയം കളിയാക്കപ്പെടുകയും കളിയാക്കുകയും ചെയ്തുകൊണ്ട് തന്നെ പറയുമ്പോൾ അത് കുറേ പേരിലേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് പേർക്ക് അത് കണക്റ്റ് ആവും. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ ഇമേജറികൾ വെക്കുക. നിന്റെ മുന്നിൽ അന്ന് വീണ ചുവന്ന പന്തെടുക്കുവാൻ. അപ്പം ഞാൻ ആ ഭിത്തി കയറിയപ്പോൾ എൻ്റെ ദേഹം ഒരഞ്ഞ് ആ പാടവിടെ കിടക്കുന്നു. ആ ചുവന്ന പന്ത് ഒരു ക്രിക്കറ്റ് ബോൾ എന്നുള്ള നേരത്തെ പറഞ്ഞ രഞ്ജീഷ് ഭായി പറഞ്ഞല്ലോ സിമ്പിൾ അർത്ഥത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അത് അവൻ്റെ ഹൃദയവും കൂടെയാണ്. അത് നിന്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ തിരിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ എൻ്റെ നെഞ്ചത്ത് വീണ പാടാണ് ആ മതിലിൽ കയറിയപ്പോൾ ഉണ്ടായിരുന്ന വരെ. അപ്പൊ എന്ന് പറയുന്ന ഒരു ഡീപ്പർ മീനിങ്ങിൽ അത് അവിടെ വിൽക്കുമ്പോൾ തന്നെയും പക്ഷെ എനിക്കത് അങ്ങനെ പറയാൻ ചമ്മലാണ്. എനിക്കതങ്ങനെ ധൈര്യപൂർവ്വം പറയാൻ പാടാണ്. ഇന്നെൻ്റെ കൽബിലെ ചെന്നിണം കൊണ്ടൊരു മംഗല്യ മൈലാഞ്ചി യൂസുഫ് അലി സാഹിബ് പറയുമ്പോൾ മനോഹരമാണ്. എനിക്കത് പറയാനുള്ള ധൈര്യമില്ല. ഇന്ന് പാടാണ്. അതെനിക്ക് അതാണ് ഇപ്പം അനുരാഗ ലോല ഗാത്രി വരവായി നീലരാത്രി ഇത്ര മനോഹരമാണ്. പക്ഷെ ആ സ്പേസ് ഇന്നില്ല. അപ്പൊ പടങ്ങളുടെ നേച്ചറും ഉണ്ട് അങ്ങനത്തെ ആണല്ലോ. അങ്ങനത്തെ പടങ്ങളിൽ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ഷൂട്ട് ചെയ്തത്, അങ്ങനത്തെ സംഗീതം ബിജിയേട്ടനൊക്കെ ചെയ്യുന്ന പോലെ നല്ല സംഗീതം അവിടെ ഇതിന് സ്പേസ് ഉണ്ട്. പക്ഷെ അത് ചുരുങ്ങി വരുവാന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ എൻ്റെ അടുത്ത് കൂട്ടുകാർ പറയും അവിടെ എന്താണ് അങ്ങനത്തെ പാട്ടൊന്നും ഇപ്പൊ ആരും എഴുതാത്ത, നിങ്ങൾക്ക് എന്താ അത് ട്രൈ ചെയ്തു ഇവിടെ. അപ്പൊ സിനിമയിലും അങ്ങനത്തെ ഇതില്ലല്ലോ, സ്പേസ് ഇല്ല. സിനിമ കംപ്ലീറ്റ്ലി മാറി. കംപ്ലീറ്റ്ലി മാറി. ഒന്നെങ്കിൽ ഫണ്ണ്, അല്ലെങ്കിൽ ഭയങ്കര ആക്ഷൻ, അല്ലെങ്കിൽ ക്രൈം ത്രില്ലറുകൾ, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ത്രില്ലറുകൾ, അല്ലെങ്കിൽ ഭയങ്കര പരീക്ഷണ ചിത്രങ്ങൾ. ഇവിടെ എവിടെയാണ് നമുക്ക് അങ്ങനെ ഒരു മെലഡി ഇൻകോർപ്പറേറ്റ് ചെയ്യാനും അതിൻ്റെ ഒരു സ്പേസ്. പിന്നെ അത് ഷൂട്ട് ചെയ്യുമ്പോൾ ലാൽ ജോസ് സാറിനെയൊക്കെ പോലുള്ള ആൾക്കാർക്ക് പാട്ട് ഷൂട്ട് ചെയ്യുന്നത് തന്നെ ഒരു കലയായിരുന്നു. പാട്ട് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര രസമായിട്ട് പണ്ട് അങ്ങനെ ഒരു ജോൺറ തന്നെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഇപ്പം ദൂരക്കിഴക്കു ദിക്കിൽ അതൊക്കെ ഒരു നമ്മൾ വിചാരിക്കുക. അപ്പോൾ പ്രിയദർശൻ സാറൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും കാളവണ്ടികൾ പോകുന്നുണ്ടാവും, ലൈറ്റുകളുണ്ടാവും, ഡാൻസ് കളിക്കുന്ന സ്ത്രീകളുണ്ടാവും. അപ്പോൾ കുട്ടികളുടെ ഞാൻ വിചാരിക്കും ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടെന്ന് വിചാരിക്കും. രാജസ്ഥാനിലൊക്കെ പോയാൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവും ചുമ്മാ ഡാൻസ് കളിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഇമാജിനേഷൻ സോങ്, അത് ഇന്ത്യൻ ഇമാജിനേഷൻ ആണല്ലോ. ഇന്ത്യക്കാർ മാത്രം കണ്ടെത്തിയ നമ്മുടേതായിട്ടുള്ള ഒരു നമ്മൾ ഹോളിവുഡിന്റെ കോപ്പി ഒന്നുമല്ല. നമ്മുടേതായിട്ടുള്ള ഒറിജിനൽ സ്വഭാവമുള്ള ഒരു കളേഴ്സും അതിൻ്റെ ഒരു പാട്ട് സീക്വൻസ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ലാലു സാറിനൊക്കെ ശേഷം പിന്നെ അങ്ങനെ പാട്ട് ഇപ്പം ലിപ്പുമില്ല,
അങ്ങനെ ഒരു ഷൂട്ട് ചെയ്യാൻ എക്സ്ട്രാ ഓർഡിനറിലി മാറ്റി നിർത്തി ഷൂട്ട് ചെയ്യേണ്ട ആവശ്യവും ഇല്ല റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ആ സ്പേസും കുറഞ്ഞു. പല്ലുട്ടി 90 കിഡ്സ് ഭയങ്കര രസമായിട്ട് പോകുന്നുണ്ട്. ചില റൈറ്റപ്സ് ഒക്കെ കണ്ടു, പടം കാണാൻ പറ്റിയില്ല. ഓക്കെ, സാധനം ഇപ്പം ആളുകളോട്ട് കണക്ട് ആവുന്നുണ്ട്. ഒരു പഴയ ഒരു നൊസ്റ്റാൾജിയ എലമെന്റുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഒരു സൗഹൃദത്തിന്റെ കഥയാണ്. അപ്പം ആളുകൾക്ക് ക്ലിക്ക് ആവുന്നതിന് സന്തോഷം. കട്ടനിട്ട് മുത്തി കുടിക്കുമ്പോ എന്താണ് ആറ്റിയിട്ട് മിച്ചം പകുക്കുമ്പോ ഉപ്പ കാണാതെ ഉമ്മറ മുറ്റത്ത് ഉച്ചക്ക് നല്ലൊരു മുല്ല വിരിഞ്ഞു. പൊട്ടി വീണ് തിണ്ണ നിറഞ്ഞു. പൊട്ടി വീണ് തിണ്ണ നിറഞ്ഞു. ആ പൊട്ടി വീണ് തിണ്ണ നിറഞ്ഞു എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ സുഹേലിന് ഷേക്കിൻ്റെ ആ ഒരു വിഷ്വലില്ലേ, പൊട്ടി വീണ് തിണ്ണ നിറയുമ്പോൾ എങ്ങനെയായിരിക്കും മുല്ലപ്പൂവിന്ന് ഇങ്ങനെ വിതറുന്നത്. ആ വിഷ്വലൈസേഷനാണ് ഒരു പക്ഷേ അതിനകത്ത് ഏറ്റവും രസമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. 4ാം തര സ്കൂള് കഴിഞ്ഞ് 4 മണി ബാങ്ക് കഴിഞ്ഞ് കട്ടനിട്ട് മുത്തിക്കുടിക്കുമ്പം ആറ്റിയിട്ട് മിച്ചം പകുക്കുമ്പം ഉപ്പ കാണാതും മരമുറ്റത്ത് ഉച്ചക്ക് നല്ലൊരു മുല്ല വിരിഞ്ഞ് പൊട്ടി വീണ് തിണ്ണ നിറഞ്ഞ്. ശരിക്കും അതിനകത്ത് ഒരു മാപ്പിളപ്പാട്ടിനെ വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് സങ്കല്പിക്കാൻ ഉറപ്പായിട്ടും അങ്ങനത്തെ ഒരു ജോണറാണ്. കാരണം അതിൽ കാണിക്കുന്ന ഒരു മുസ്ലിം കുട്ടിയും അവരുടെ ഒരു കൾച്ചറും അങ്ങനത്തെ ഒരു പരിസരമാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയതും. പക്ഷെ അതിനകത്തൊരു ഒരു കുട്ടികളുടെ പ്രണയം എന്ന് പറയുന്നത് ശരിയല്ലാന്ന് എനിക്ക് തോന്നുന്നു, തീരെ കുട്ടികളാണ്. പക്ഷെ ഒരു ഇഷ്ടം അതിൻ്റെ അകത്തെങ്കിൽ നമ്മളൊരു പ്രീ ടീൻസ് ആകുമ്പോൾ ഒരു ചെറിയ കള്ളത്തരങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട്. ഇപ്പം ആദ്യം ഇപ്പം ഇതിൻ്റെ അകത്ത് ഈ സിനിമയിൽ ആദ്യമായിട്ട് ഉമ്മ വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവും എന്നൊക്കെ സംശയമുള്ള പ്രായം, ബബിൾക്ക് നിന്നാൽ മരിച്ചു പോകും എന്നുള്ള പ്രായമാണ്. അപ്പം അങ്ങനെയുള്ള ആ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇപ്പം ഉച്ചയ്ക്ക് മുല്ല വിരിയാറില്ലല്ലോ. അപ്പോൾ ഒരു കള്ളത്തരമാണ് ആ മുല്ല. അത് ഉപ്പ കാണാതെ എന്ന് പറയുമ്പോഴാണ് അതിന് ഒരു ഭംഗി വരിക. അതിൻ്റെ കള്ളത്തരം കുറച്ചുകൂടി എവിഡൻ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഉച്ചയ്ക്ക് അതൊരു വൈകുന്നേര സമയത്ത് ഒരാളെ കണ്ടു. അയാളെ കണ്ടപ്പോൾ ഉള്ളിലൊരു ഉള്ളു മൊത്തം നിറഞ്ഞു പോയ മുല്ലപ്പൂ വീണ് കിടക്കുന്നത് പോലെ പരിസരം മനോഹരമായ ഒരു ചിന്ത വന്നു. അപ്പം ഞാൻ അപ്പോഴെങ്കിലും ഇവരടുത്ത് പറഞ്ഞ ഹനാൻ എന്ന് പറഞ്ഞ പുള്ളിയെ പാടിയിരിക്കുന്നത്. അപ്പോൾ പുള്ളി ഇങ്ങനെ മലബാറി മാപ്പിളപ്പാട്ടുകൾ അങ്ങനത്തെയൊക്കെ ഭയങ്കര രസമാണ്, ഭയങ്കര ക്രൗഡ് ഫോളോയിങ്ങുള്ള മനുഷ്യൻ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു വരി എഴുതിയിട്ട് മണികണ്ഠനെ അയച്ചു കൊടുത്തു. എന്നിട്ട് ട്യൂൺ ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടെ ഇച്ചിരി കണ്ടന്റ് വൈസ് നമുക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി. നമ്മൾ ട്യൂണിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ വരുമ്പോൾ അതൊരു പാടാണല്ലോ, സ്ഥിരമുള്ള ഒരു ചലഞ്ചാണത്. അപ്പം ഞാൻ അങ്ങനെ ഒരു വഴി എഴുതി. അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ട്യൂൺ. അപ്പോൾ ഇവൻ പറഞ്ഞിട്ട് അതിനൊരു മാപ്പിളപ്പാട്ടിൻ്റെ ചോ തന്നെ സിമ്പിൾ ഒരു ലൈൻ തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞു. മണികണ്ഠൻ അയ്യപ്പയുടെ അവസാനം ഞാൻ അഞ്ചക്കള കോക്കാൻ കണ്ടപ്പോൾ ഉണ്ടല്ലോ, അപാരമാണ്. എന്നെ വർക്ക്, സൂപ്പർ വർക്കാട്ടോ, സൂപ്പർ. ഞാനിങ്ങനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചത്, നമ്മൾ ഈ 2 തരത്തിൽ കെട്ടിപ്പിടിക്കാം. ഒന്ന് സാധാരണ ഒരു ഒഫീഷ്യൽ, ഇതങ്ങനെയല്ല, ഇത് വേറെ വഴിയൊന്നുമില്ല. ഇല്ല, നമ്മൾ തൃപ്തി എഴുന്നിട്ട് നമുക്കത് പ്രകടിപ്പിച്ചേ പറ്റൂ. അതെ. അപ്പോൾ ഞാൻ ലുക്മാനെയും എല്ലാവരും ഓടിച്ചിട്ട് കെട്ടിപ്പിടിച്ചു. കാരണം എന്താ അറിയോ, ഇത് മാറില്ല, അത്രയ്ക്ക് രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ കനവ് സോങ്ങിൽ ആദ്യം ഇപ്പോൾ സുഹേൽ എടുക്കാത്ത ഒരു രീതിയാണ് കനവ്. ശരിക്കും അത്തരത്തിലുള്ള പാട്ടുകൾ സുഹേൽ പൊതുവിൽ എഴുതാറില്ല. പക്ഷെ അതിന്റെ ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് മണികണ്ഠന്റെ മ്യൂസിക് ഇങ്ങനെ കയറി വരുമ്പോൾ കുഴപ്പമില്ല, സുഹേലിന് കുറച്ചുകൂടെ യോജിക്കുന്നുണ്ട്.